ഹലോ ഹായ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ രാവിലെ അപ്പത്തിൻ്റെ മിച്ചമുള്ള മാവ് എന്ത് ചെയ്യുമെന്നോർത്ത് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു ഐഡിയ തോന്നി. ഒരു പുതിയ തരത്തിലുള്ള എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നുണ്ടാക്കിയാലോ എന്നോർത്തിട്ട് ഞാൻ ആ മാവ് 2 പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിലോട്ട് കളർ മാറ്റിയെടുക്കാമെന്ന് തോന്നി. അപ്പോൾ ഞാൻ ഇച്ചിരി ഫുഡ് കളർ എടുത്തു, അതിലോട്ട് കുറച്ച് ഒഴിച്ചു. എന്നിട്ട് അതൊന്ന് ഇളക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 2 സ്പൂൺ പഞ്ചസാരയും കൂടെ അതിലോട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഏലക്കാപ്പൊടിയും ഇട്ട് ഞാനത് നന്നായിട്ട് ഇളക്കി മാറ്റി വെച്ചു. അതിനുശേഷം അടുത്ത പാത്രത്തിലെ മാവിലോട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതിലോട്ടും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും എല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ടും പഞ്ചസാരയും ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ട് റെഡിയാക്കി എടുക്കാം. എല്ലാത്തിലോട്ടും കുറച്ച് എള്ളും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതെല്ലാം ഇതൊരു പാത്രം ഞാൻ നെയ്യൊക്കെ പറ്റി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം നമുക്ക് ആ വൈറ്റ് കളറിലെടുത്ത് ഒഴിച്ച് കൊടുക്കാം. അതിന് കഴിഞ്ഞ് ഞാൻ ഈ തൈയുടെ ഓരോ ഓലക്കണ എടുത്ത് വളച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ റോസ് കളറിൽ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ആ കൊക്കോ ചേർത്ത മാവ് എടുത്ത് ചുറ്റിനും ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുക്കാം. ഈ ഫോണും പിടിച്ച് ഒഴിക്കുമ്പോഴില്ലേ നമുക്ക് ശരിക്കും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുമ്പോഴാണ് ഈ ഫ്ലാഷ് വരണത് കേട്ടോ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഇനി ഇതുപോലെ വരാതെ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതെല്ലാം ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഇവിടെ റെഡിയാണ്. നമുക്ക് ഇനി അതൊരു ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം അത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് പുറത്തെടുത്ത് ഒരു പാത്രത്തിലോട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കാം. അതിൻ്റെ ആ വളയനെടുത്ത് കളഞ്ഞപ്പോൾ അവിടെ ഒരു വിള്ളൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് കാണാനൊക്കെ നല്ല ഭംഗിയില്ലേ അല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.